പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഒരു കാട്ടാന ഇറങ്ങി. നെല്ലിയാമ്പതിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് കാട്ടാനെ കണ്ടത്. ഷാരിഖ് നവാസ് ആനയുടെ പിന്നാലെ തന്നെയുണ്ട്. ഷാരിഖ്, എപ്പോഴാണ് ഈ സംഭവം? ആനയുടെ ദൃശ്യമാണ് കാണുന്നത്. ഇരുട്ടത്തെവിടെ അവിടെ നിൽപ്പുണ്ട് ആന. ഇവിടെ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്ത് നിൽക്കുന്ന പോലെ ആന അവിടെ തന്നെ നിൽപ്പുണ്ട്. ഷാരിഖെ, ആനയുടെ കാര്യം പറയൂ. ഇന്നലെ രാത്രി തീർച്ചയായും ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് നെല്ലിയാമ്പതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയത്. കാട്ടാന ആ ഭാഗത്ത് ഏറെ നേരം നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് പിന്നീട് കാട്ടാന തന്നെ സ്വമേധ്യ കാട് കയറിപ്പോയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും ഇതുപോലെ രാത്രിയിൽ ഈ കട്ടക്കൊമ്പൻ എന്നു പേരുള്ള കാട്ടാന ഇതുപോലെ ഈ നെല്ലിയാമ്പതിയിലെ വനമേഖലയിൽ ഇറങ്ങിയിരുന്നു. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഏറെ നേരം ഭീതിയിലാഴ്ത്തി കട്ടക്കൊമ്പൻ ഈ വിനോദസഞ്ചാര മേഖലയിലൊക്കെ വിരസിച്ചിരുന്നു. അത്തരത്തിൽ അതിനുശേഷമാണ് ഇന്നും, അതായത് തുടർച്ചയായി ഒരു 2 ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നെല്ലിയാമ്പതിയിൽ അതായത് രാത്രി സമയങ്ങളിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ വനമേഖലയിൽ എല്ലാ ദിവസവും, അതായത് മിക്ക ദിവസങ്ങളിലും കാട്ടാന ശല്യം ഉണ്ട് എന്നാണ് അവിടുത്തെ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളും പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ പാടിയിൽ, അതായത് ഇവർ താമസിക്കുന്ന പാടിയിലും അതുപോലെ തന്നെ തോട്ടം മേഖലയിലൊക്കെ ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് പറയുന്നത്. പുലിയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ ഈ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും വനം വകുപ്പ് പുലിയെ ഉടനെ തന്നെ, അതായത് കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. അതുപോലെ പുലി, ആന എന്നിവയുടെയൊക്കെ ഭീതിയിലാണ് ഇപ്പോൾ നെല്ലിയാമ്പതി വനമേഖല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.